അറിഞ്ഞില്ലേ നിങ്ങള്? ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായി. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ആ ജനവിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഞങ്ങൾക്കൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. തോറ്റത് നല്ല സേവനമെല്ലാം ചെയ്ത ഗവൺമെന്റ്, ഒരുപാട് കാര്യവും ചെയ്തു ഗവൺമെന്റ്. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്. എല്ലാവരും പെൻഷനും എല്ലാം മേടിച്ച് നന്നായി. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ KSRTC ബസ്സിൽ സൗജന്യ യാത്ര അടുത്ത മാസം 15-ാം തീയതി. പിന്നെ അതൊക്കെ ഇപ്പൊ കാണാം. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. സതീശൻ ഉണ്ടാക്കുന്ന കാണാമല്ലോ. ഇയാളെ പണി നോക്കണോ? ഒരുമാതിരി സ്റ്റാൻഡേർഡിലാ സംസാരിക്കരുത് കേട്ടോ. കേട്ടോ, പറഞ്ഞതൊക്കെ നടത്താനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ്. ഇറ്റ്സ് എ ചാലഞ്ച്. പക്ഷെ നമ്മൾ എവിടെ തുറക്കണം, അല്ല എവിടെ തുടങ്ങണം? മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ எங்க ராஜா என்ன செய்யறதான் சொல்லுவார், சொல்றத மட்டும் தான் செய்வார். പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ നടക്കുമല്ലോ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, 1000 നന്ദി. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെയാണ്, അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഇനി അങ്ങോട്ട് ഞാൻ ഭരിക്കും, നീയൊക്കെ നോക്കി നിന്നാ മതി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വോട്ട് രാവിലെ ഇതിലെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വിരലുകളും